നമസ്കാരം. യുണൈറ്റഡ് എയർലൈൻസിന്റെ ടോക്കിയോയിലേക്കുള്ള വിമാനം പറന്നുയർന്നതിന് തൊട്ടുപിന്നാലെ എഞ്ചിൻ തകരാറ് മൂലം വിർജീനിയയിലെ ഡള്ളസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി തിരിച്ചിറക്കി. ശനിയാഴ്ച ഉച്ചയോടെയാണ് യാത്രക്കാർക്ക് ആശങ്കയുണ്ടാക്കിയ സംഭവം ഉണ്ടായത്. എഞ്ചിന് തീപിടിക്കുകയും അതിന്റെ ഭാഗങ്ങൾ അടർന്നു വീഴുകയും ചെയ്തതിനെ തുടർന്ന് റൺവേയുടെ സമീപത്ത് നിന്ന് പുക ഉയരുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. യുണൈറ്റഡ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 803 അപകടത്തിൽപ്പെട്ടത്. ബോയിംഗ് 777-200 വിഭാഗത്തിൽപ്പെട്ട ഈ വിമാനം വാഷിംഗ്ടൺ DC-ക്ക് സമീപമുള്ള ഡള്ളസ് വിമാനത്താവളത്തിൽ നിന്ന് ജപ്പാനിലെ ടോക്കിയോയിലേക്ക് പുറപ്പെട്ടതായിരുന്നു. ടേക്ക് ഓഫ് സമയത്ത് തന്നെ വിമാനത്തിന്റെ ഒരു എഞ്ചിന് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് പൈലറ്റുമാർ ഉടൻ തന്നെ വിമാനം തിരികെ ലാൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എഞ്ചിൻ തകരാറാണ് അടിയന്തര ലാൻഡിംഗിന് കാരണമായതെന്ന് യുണൈറ്റഡ് എയർലൈൻസ് വക്താവ് സ്ഥിരീകരിച്ചു. എഞ്ചിൻ കവറിന്റെ ഒരു ഭാഗം വേർപെട്ട് തീപിടിച്ചതിനെ തുടർന്ന് തീയുടെ അംശങ്ങൾ താഴേക്ക് പതിച്ച് റൺവേയുടെ സമീപത്തെ നിലത്തും തീ പടർന്നു പിടിച്ചു. ഡള്ളസ് വിമാനത്താവളത്തിലെ റൺവേയോട് ചേർന്ന് പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും സാമൂഹിക മാധ്യമത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. യാത്രക്കാരെല്ലാം സുരക്ഷിതമാണെന്ന് വിമാനാധികൃതർ അറിയിച്ചിട്ടുണ്ട്. അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.